ഒരു 30 മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിന്റെ റെസിപ്പി ആട്ടോ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാനിൽ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. അതൊന്ന് മെൽറ്റായി വരുമ്പം അതിലേക്ക് 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളവും കൂടി ചേർത്ത് കൈ വിടാതെ ഇളക്കി ദാ ഇങ്ങനെ ഒരു ഷുഗർ സിറപ്പ് ആക്കി എടുക്കണം. ഇനി അതിലേക്ക് 1 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റും പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതവിടെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഫ്ലോർ പ്രിപ്പയർ ചെയ്യാം. ഒരു ബൗളിൽ നമുക്ക് 1 കപ്പ് മൈദ നന്നായിട്ട് അരിച്ചെടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ ഇഷ്ടമുള്ള നട്ട്സ് യൂസ് ചെയ്യാം. ഞാനിവിടെ ആൽമണ്ട് ആണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വെക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിൽ 1 കപ്പ് പഞ്ചസാര 2 ഗ്രാമ്പു ഇട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതിനുശേഷം അതേ ജാറിൽ തന്നെ 2 മുട്ടയും കുറച്ച് വാനില എസൻസും കൂടി ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി ഈ അടിച്ചെടുത്തതിലോട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ക്യാരറ്റും ഡേറ്റ്സും ഇട്ട് കൊടുക്കണം. അതുപോലെ ആ ഫ്ലോർ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഒരു 2-3 വട്ടം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ആ ബാറ്റർ ഒരു ഞാനൊരു എയർ ഫ്രയർ പേപ്പർ വെച്ചിട്ട് അതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 160 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് ആണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്തെടുത്തത്. കുറച്ച് നട്ട്സ് ഒക്കെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.